നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2 വർഷത്തിന് മുമ്പ് ചിറയൻകീഴ് പോലീസ് സ്റ്റേഷൻ അസ്വാഭാവിക മരണത്തിന് രജിസ്റ്റർ ചെയ്ത കേസ് ഇന്ന് പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തി നിൽക്കുകയാണ്. അപൂർവങ്ങളിൽ അപൂർവമാണ് റിപ്പോസ്റ്റ്മോർട്ടം. നമസ്കാരം, താങ്കൾക്ക് എന്താണ് ഉണ്ടായത്? ഞങ്ങളുടെ അമ്മ 2022 ഓഗസ്റ്റ് 28 സഹോദരിയുടെ വീട്ടിൽ പോകുന്നു. വെച്ചാൽ സഹോദരിയുടെ വീട്ടിൽ സ്വത്ത് തർക്കം നിലനിൽക്കുന്നു. ഹസ്ബൻഡിന്റെ ആൾക്കാരുമായിട്ട് നല്ല സ്വത്ത് തർക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോകുന്ന വേളയിലാണ് ഈ സംഭവം നടക്കുന്നത്. നമുക്ക് നേരത്തെ തന്നെ ഒരു സൂചന ഉണ്ടാക്കി. കാരണം വെച്ച് കഴിഞ്ഞാൽ അപായം സൂചന. പക്ഷെ അമ്മ മരിക്കുന്നല്ല, സഹോദരിയുടെ മക്കൾ അവർ കൊല്ലും. അവിടെ സഹോദരിയാണ് അവരെ സ്വത്ത് അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്നത്. എൻ്റെ അളിയൻ്റെ അച്ഛൻ്റെ പേരിലുള്ള ആ സ്വത്ത് പൂർണ്ണമായിട്ട് ആ അളിയൻ്റെ സഹോദരിക്ക് വേണം എന്നുള്ള രീതിയിൽ ചിറയൻകീഴ് സർക്കിളിന്റെ സപ്പോർട്ടോട് കൂടി ചിറയൻകീഴ് സർക്കിൾ ആയിരുന്നു മുകേഷ് ആയിരുന്നു CI മുകേഷിന്റെ പൂർണ്ണമായിട്ട് അവർക്കൊരു വൺ വേ സപ്പോർട്ട് എന്ന രീതിയിലാണ്. ഈ ഇപ്പുറത്തെ എൻ്റെ സഹോദരിക്ക് അളിയനും വേണ്ടി നിൽക്കാതെ അവർക്ക് വേണ്ടി മാത്രം നിന്ന് നമുക്കെതിരെ നിന്നിട്ടുള്ള ഒരു ഇതായിരുന്നു. അളിയൻ ഗൾഫിൽ പോയ അളിയനെ 15 ദിവസത്തിനുള്ളിൽ വിളിച്ചു വരുത്തി ഇവിടെ വരണമെന്ന് ഓർഡർ ഇട്ട് വരുത്തി വഴക്കായി. എന്താണ് ഞാൻ മുമ്പ് ഗൾഫിലായിരുന്നു. ഇപ്പോഴും ഒരു 24/7 തട്ടുകട ഇവിടുത്തെ തണ്ട്രാംപൊയ്ക വെഞ്ഞാറമൂട് തണ്ട്രാംപൊയ്കയിൽ പ്രസന്ന ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞ അമ്മയുടെ പേരിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ 28-ാം തീയതി പോവുകയാണ്. സഹോദരിക്ക് വധഭീഷണി വരുമെന്നു അവരുടെ പേരിൽ ഈ ആറ്റിങ്ങൽ സിവിൽ കോർട്ടിൽ കേസ് നിൽക്കുമ്പോഴാണ് ഇയാളുടെ അമ്മാവൻ മരിക്കുന്നത്. എൻ്റെ അച്ഛനെ ഇവളും മാനസിക സമ്മർദ്ദം കൊടുത്ത് കൊന്നെന്ന് പറഞ്ഞിട്ടാണ്. കൂടത്തായി ജോളി എന്ന് പറഞ്ഞാൽ നേരത്തെ പോസ്റ്റ് ഇട്ടു. അവൾ അത് ചെയ്ത് സോഷ്യൽ മീഡിയ വഴിയൊക്കെ മാക്സിമം ബാധിക്കാൻ ശ്രമിച്ച ഒരു എൻ്റെ സഹോദരൻ, ഈ പറഞ്ഞ ശ്രീജ എന്ന് പറയുന്ന എൻ്റെ സഹോദരിയുടെ നാത്തൂൻ, ഈ സ്വത്തിന് വേണ്ടിയാണ് ഇത് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ അവരെ ഒരു ഷോപ്പുണ്ട്, 2 ഷോപ്പുണ്ട് അളിയൻ അവരെ മരുമക്കൊക്കെ, മനുവും അതേപോലെ ഷിബു എന്നും പറഞ്ഞിട്ട്. ഈ അമ്മ പോകുന്ന വഴിയിൽ തന്നെയാണ് അവരുടെ ഷോപ്പുള്ളത്, ചിറയൻകീഴ് ശാർക്കര ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലായിട്ട്. അപ്പൊ ഇതിലെയാണ് അമ്മ പോകേണ്ടത്. അമ്മ സാധാരണ ഈ ഓട്ടോറിക്ഷയെന്ന് വിളിച്ച് പൈസ കൊടുത്താലും പോകുന്നൊരു ക്യാരക്ടർ അല്ല. മരണപ്പെടുന്ന സമയത്ത് അമ്മയ്ക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? അമ്മയ്ക്ക് 63-64 വയസ്സ് റേഞ്ചിനുള്ള വയസ്സായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം അമ്മയ്ക്ക് എന്ന് വെച്ചാൽ അത്രയും നല്ല സ്ട്രോങ് ആണ്. കാരണം ഇപ്പോഴും ഒരു 5 പേരെ ജോലിയൊക്കെ ചെയ്യുന്ന നല്ല സ്ട്രോങ് ആണ്. രാത്രിയൊക്കെ സഞ്ചരിക്കുക, 7 മണിക്കായിട്ടാണ് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇപ്പുറത്ത് വരുന്നത്. ഈ വിഷയം ഇതിപ്പോൾ കൊലപാതകമാണ് എന്ന് നിങ്ങൾ സംശയിക്കാൻ അല്ലെങ്കിൽ ഉറച്ച സംശയിക്കാനുള്ള കാരണം എന്തായാലും? കൊലപാതകം ആണ് എന്ന് സംശയിക്കാൻ കാരണം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഈ നല്ല ഒരു ഇവിടുത്തെ ഒരു പ്രമാണിയായ മിസ്റ്റർ കുറ്റിച്ചൽ ഹർഷകുമാർ എന്നൊരു വ്യക്തിയായിട്ട് ഭീഷണി ഉണ്ടായിരുന്നു. വധഭീഷണി തന്നെ ഉണ്ടായിരുന്നു. അവർ കുറെ സപ്പോർട്ടേഴ്സ് ഉണ്ട്. അവരാണ് ഇവിടെ ഭരിക്കുന്നത്. ഞാൻ മുമ്പ് ഇവിടുത്തെ ക്ഷേത്രത്തിൽ ഭാരവാഹിയായിട്ട് നിന്നിട്ടുണ്ട്. ഇദ്ദേഹം അവിടുത്തെ ഗണപതിപുരം ഭരിക്കുന്ന ഇയാളാണ് ഈ സൈഡിൽ ഭരിക്കുന്നത്. കുറെ നാട്ടിൽ വലിയൊരു പ്രമാണിയാണ്. അവർക്ക് ഇതിൽ മാത്രം ഫുൾ സപ്പോർട്ട്. നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ടും ഇല്ല. നമ്മൾ ഒറ്റ തിരിഞ്ഞ പോലെ. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയും അമ്മയുടെ ഇത് ഡോറൊക്കെ അടച്ചിട്ടേ കിടക്കാവുള്ളൂ, ഇങ്ങനെയൊക്കെ കിടക്കാം. അപ്പൊ ഇവിടെ ഒരു കാറൊക്കെ ഇട്ടുണ്ട് വീടിന്റെ ഫ്രണ്ടിൽ. അപ്പൊ ഇവിടെ നിന്ന് ഒരിക്കലും അമ്മ വിട്ടു പോകില്ല. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം വന്നാണ് കുറച്ച് ദിവസം അവിടെ പോയി. അതും അവിടെ നിൽക്കാൻ പറ്റില്ല. ഇവിടെ ഈ പ്രശ്നം കിടക്കൊണ്ട് ഇവിടെ വന്നേ പറ്റുള്ളൂ. ഇവർ കാറൊക്കെ എടുത്ത് കത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യും? അങ്ങ് അത്രയും ദേഷ്യമുണ്ട്. അപ്പൊ പക്ഷെ നമ്മൾ കൊല്ലുമെന്നൊന്നും വിചാരിക്കുന്നില്ല. ഒരു ദേഷ്യം ഉണ്ടെങ്കിൽ ഒരാളെ കൊല്ലുമെന്ന് നമ്മൾ ഒരിക്കലും. നിങ്ങളുടെ അമ്മയെ കൊന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു? 100%. അതുകൊണ്ടാണല്ലോ ഈ ബോഡി ഇങ്ങനെ വെച്ചിരുന്നത്. അല്ലെങ്കിൽ ദയിപ്പിക്കേണ്ട അപൂർവങ്ങളിൽ അപൂർവമാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ കോടതിയായ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം, അതായത് ശവക്കല്ലറ വീണ്ടും തോണ്ടി പുറത്തേക്ക് എടുത്ത് വീണ്ടും അന്വേഷണത്തിന് വേണ്ടി അല്ലേ പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നന്ദി വേണ്ടത് അഡ്വക്കേറ്റ് BA ആൾസ്, നമ്മുടെ അഡ്വക്കേറ്റ് ആണ്. ഓരോ പോയിന്റിൽ 11 മണിക്ക് ഞങ്ങൾ കോൾ ചെയ്താലും ഉറക്കത്തിൽ കിടന്നിട്ട് പോകാം. അദ്ദേഹത്തിന്റെ ഇടപെടലാണ് ഇതിപ്പോൾ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം റിപ്പോസ്റ്റ്മോർട്ടത്തിന്റെ ഒരു സംവിധാനം തന്നെ ഉണ്ടാക്കിയെന്ന് വിശ്വസിക്കുന്നു അല്ലെ? അദ്ദേഹത്തിന്റെ സ്മാർട്ട് അദ്ദേഹം കയറി വാദിച്ച് മാത്രമല്ല ഇത്രയും വലിയൊരു അഡ്വക്കേറ്റ്. ഞാനിപ്പോ 12 മണിക്ക് വിളിച്ചാലും ഫോൺ അറ്റൻഡ് ചെയ്യും. ഇത് വെളിയിലാക്കും അറിഞ്ഞാൽ തന്നെ. കാരണം എല്ലാവരും വലിയ അഡ്വക്കേറ്റ് ആണ്, ഒത്തിരി ഹെവി ഹെഡ് വെയിറ്റ്, അങ്ങനെയൊന്നുമില്ല. അത്രയും സിമ്പിൾ ആണ് ആള്. എപ്പോഴും വിളിച്ചാലും നമ്മൾ കോൺടാക്ട് ഇപ്പൊ തിരിച്ച് വിളിച്ചു. അങ്ങനെ ചിറയൻകീഴ് CIയുടെ അന്വേഷണം വളരെയധികം മോശമല്ല, അല്ലെങ്കിൽ തൃപ്തികരമല്ലാത്തെന്ന് തോന്നിയതുകൊണ്ടാണ് നിങ്ങൾ ഇത് അഡ്വക്കേറ്റ് ആളൂരിനെ ഏൽപ്പിച്ചത് ഈ കേസ്. അത് കൊടുത്ത് സാറ് വാദിച്ചപ്പോൾ തന്നെ ഇവർ ആദ്യം അന്വേഷണം DSPക്ക് ഇട്ടത് പോലീസിന്റെ കീഴിൽ. അവർ 9 മാസം ഇഴച്ചു. അപ്പം ഇഴച്ചിട്ട് നമുക്ക് പോസിറ്റീവായിട്ട് ഒന്നുമില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എല്ലാം. എപ്പോഴാണ് ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തത്? ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് ഈ അടുത്തൊരു 9 മാസമേ ആയിട്ടുള്ളൂ. അതും ഈ സാറിന്റെ ഒരു വാദം കൊണ്ടാണ്. കാരണം നമുക്ക് പോസിറ്റീവായിട്ട് തെളിവുകളെല്ലാം അവർ നശിപ്പിച്ചു. ഈ കാലയളവിൽ ഇഴച്ചിട്ട് ഇവർ കെട്ടുന്ന കംപ്ലീറ്റ് തെളിവുകൾ അവർ നശിപ്പിച്ചുകൊണ്ടായിരുന്നു ഓരോ ദിവസം. അതായിരുന്നു ഇവരുടെ ലക്ഷ്യം. പക്ഷെ അതിനെയൊക്കെ കവർ ചെയ്ത് അദ്ദേഹം വാദിച്ചുകൊണ്ടാണ് ഇത് ഇത്രയും എത്തിയത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ മൂലം ഇപ്പോൾ ഒരു വലിയൊരു വിഷയം, അതായത് കൊലപാതകമാണ് അല്ലെങ്കിൽ അസ്വാഭാവിക മരണമാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടക്കുന്നത്? തീർച്ചയായിട്ടും
പറ്റും. തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത്. കാരണം വെച്ചാൽ ഞങ്ങൾ ഞാനും സഹോദരിയും ആളൂർ സാർ, ഈ 3 പേരിൽ മാത്രമുള്ള ഒരു വിജയമായിട്ടാണ് ഞങ്ങൾ ഇത് കാണുന്നത്. കാരണം വെച്ചാൽ സപ്പോർട്ടേഴ്സ് നമുക്ക് ഇവിടെ കുറവാണ്, നാട്ടുകാരാണെന്നാലും ബന്ധുക്കളാണെന്നാലും നമുക്കിവിടെ കുറവാണ്. അപ്പൊ ഇങ്ങനെ ഒരു 3 വ്യക്തികളെ കഠിനപരം നമ്മളെ പോലെ തന്നെ റിസ്ക് എടുത്താണ് അദ്ദേഹം ചെയ്തിട്ടാണ് ഇത് ഇത്രയും കൊണ്ടെത്തിച്ചത്. ഇതൊരു 100% കൊലപാതകം അറിയുന്നതുകൊണ്ട് കണ്ട. ഇപ്പോൾ അമ്മയുടെ മരണ സമയത്ത് അല്ലെങ്കിൽ മരണപ്പെട്ട് കിടക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും സാധനങ്ങൾ നഷ്ടപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു സാധനവും നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം വെച്ചാൽ ഈ കൊലയാളികളെ ഉത്തരം തന്നെ ഇതൊരു അപകട മരണം അല്ലെങ്കിൽ ആത്മഹത്യ എന്ന് കൊണ്ടെത്തിക്കുക. അപ്പൊ മോഷണം നടന്നു കഴിഞ്ഞാൽ അത് കൊലപാതകമാവില്ലേ? അവർ പ്ലാൻ ചെയ്തുള്ള മരണം. കൊട്ടേഷൻ കൊടുത്ത് ഒരു കൊട്ടേഷൻ സംഘത്തെ നിയമിച്ചിട്ടുണ്ട്. ആ CCTV ദൃശ്യങ്ങളെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇവർ പാസ് ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അമ്മ ഇറങ്ങിയ സമയത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവരെ പിടിച്ചൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ട്രെയിൻ തട്ടി എന്നാണല്ലേ പോലീസ് നിഗമനം? ട്രെയിൻ തട്ടിയെന്നാണ് പോലീസ് നിഗമനം. കാരണം വെച്ചാൽ ട്രെയിൻ പോയി പാളത്തിലല്ലേ കിടക്കുന്നത്. അപ്പൊ ട്രെയിൻ തട്ടിയെന്നാണ് അവർ പറയുന്നത്. എന്നാൽ ബോഡിക്ക് യാതൊരുവിധ കേടുപാടുകളോ ഒരു മുറിവൊന്നും തന്നെ ഇല്ല. ഹെവി ആയിട്ടുള്ള ഒരു ഇഞ്ചറി മാത്രമാണ്. അതും പറയുന്നത് കൊല്ലം പാസഞ്ചർ തട്ടുമ്പോൾ എങ്ങനെ ട്രാക്ക് മാറി കിടക്കും, തല തിരിഞ്ഞു കിടക്കും. അപ്പൊ ആദ്യം അവർ പറഞ്ഞു തിരുവനന്തപുരത്ത് പോയി ട്രെയിൻ തട്ടിയെന്ന്. അപ്പൊ ട്രാക്ക് മാറി. അപ്പൊ കൊല്ലം പാസ്. അപ്പോൾ ചെറിയങ്കീഴ് പോലീസ് തന്നെ സ്ഥിരതയില്ല. അവർക്ക് തന്നെ സ്ഥിരതയില്ല. കാരണം വെച്ചാൽ ഏതോ ഒരു ചാനൽ, ഓൺലൈൻ ചാനൽ അപ്പോഴും വന്നപ്പോഴത്തേക്ക് CM അവരുടെ ഫോണിൽ നിന്ന് വിളിച്ചപ്പോൾ രാവിലെയാണ് കൊലപാതകം, രാവിലെയാണ് ഈ മരണം നടന്നത്, ആത്മഹത്യയാണ്. അവർ സ്ഥിരീകരിക്കുന്നില്ല ഒന്നും തന്നെ, വ്യക്തമായിട്ട് ഒരു സ്ഥിരീകരണം ഇല്ല. സ്ഥിരീകരിച്ചു ആത്മഹത്യയാണ്. രണ്ടുപേരും നോക്കിയേക്ക് ഇവരും ചാടി. അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഒരിടത്ത് ഒരു കൊലപാതകമോ അതേപോലെ തന്നെ ഒരു മരണമോ സംഭവിച്ചു കഴിഞ്ഞാൽ അർഹതപ്പെട്ട ബന്ധുമിത്രാദികൾ വന്ന് ആ ബോഡി ഐഡന്റിഫൈ ചെയ്യണം. ഇവിടെ അവരെ എന്നൊക്കെ പറയും ചെയ്യുന്നു അമ്മ മരിച്ചു. അവര് തന്നെ പറയുന്നു അമ്മ മരിച്ചു. ഞങ്ങൾ വരാതെ ബോഡി ആരോ സൈൻ ചെയ്തെന്ന് പറഞ്ഞാൽ അവരെ സൈൻ ചെയ്ത് ഈ റെയിൽവേ അറിയിച്ചിട്ടില്ല. ഏറ്റവും വലിയ ഫോളുണ്ട്. റെയിൽവേ അറിയിക്കാതെ റെയിൽവേയുടെ പരിസരത്ത് നിന്ന് ആ ബോഡി എടുത്ത് ബന്ധുക്കൾ വരുന്നതിന് മുമ്പ് തന്നെ അവരൊക്കെ എഴുതി മരുന്ന് പോട്ടെ. ആ റെയിൽവേ ബോഡി കണ്ടപ്പോ അവര് ജസ്റ്റ് ഒന്ന് അറിയിക്കണ്ടേ, അവര് വരണ്ടേ, അവരെ പോലീസിൽ ഫോട്ടോസ് എടുക്കണ്ടേ. ഇതൊന്നും ചെയ്യാതെ എടുത്ത് മാറ്റി. അവിടെ തന്നെയാണ് ഏറെ ദുരൂഹ സാഹചര്യങ്ങൾ ഉന്നയിക്കാനുള്ള കാരണം നമുക്കറിയാം. അതിനു മുമ്പ് നമുക്കറിയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് റിവഞ്ച് ആണ് നമുക്കറിയാം. പിന്നെ ഈ കാരണങ്ങളാകുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ അമ്മ കൊണ്ടുപോയ സാധനങ്ങളൊന്നും ചെന്നി ചിതറിയിട്ടില്ല. ഈ മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ എടുക്കണമെന്ന് ഞങ്ങൾ ഒരുപാട് സെല്ലില്, മറ്റേ സൈബർ സെല്ല് വഴി ഇവർക്ക് അപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഇവർ ചലിച്ചിട്ടില്ല. ഇപ്പം ക്രൈംബ്രാഞ്ച് വന്നിട്ടാണ് അതെടുത്തത്. ഇത്രയും വർഷം 2 വർഷം ആയപ്പോഴത്തേക്കാണ് ആ എടുത്തേക്കുന്നത്. ഒരുപാട് ആൾക്കാരുടെ കറുത്ത കൈകൾ ഈ ഒരു മരണത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലേ? ഉറപ്പായിട്ടും. കാരണം വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ ആൾക്കാരുമായിട്ട് ഈ CM കണക്ഷൻ ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പ്രമാണിയായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇവർ കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും ഒരു മാതൃകയുണ്ട്. നീതിക്ക് വേണ്ടി നിങ്ങൾ അങ്ങ് അച്ഛന്മാരെ പോരാടി, ശരിയല്ലേ? ഒരമ്മയുടെ ബോഡി രണ്ടാമത് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് മക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. എങ്കിലും നീതിക്ക് വേണ്ടി ഞങ്ങൾക്കിത് തരണം ചെയ്തേ പറ്റുള്ളൂ. കാരണം എൻ്റെ അമ്മയ്ക്ക് എന്ത് ഞങ്ങൾ ത്യാഗം സഹിച്ചെങ്കിലും നീതി എൻ്റെ അമ്മയ്ക്ക് കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ 2 മക്കൾ 2 വർഷം കൊണ്ട്, ഞങ്ങളിനി കഷ്ടപ്പെടാൻ ഇനി ഒന്നുമില്ല. ഞങ്ങളുടെ അഡ്വക്കേറ്റ് ആളൂർ സാറാണ്. ആളൂർ സാറിൻ്റെ സാന്നിധ്യത്തിലാണ് ഞങ്ങൾക്ക് ഇതുവരെ കാര്യങ്ങളെല്ലാം കൊണ്ടെത്തിക്കാൻ പറ്റിയത്. ഇനി ഇതിൽ നമുക്ക് നീതി കിട്ടും എന്നൊരു വിശ്വാസത്തിലാണ് പോകുന്നത്. ഇനി ഇഥവാ നീതി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതിനപ്പുറം ഞങ്ങൾ പോവാൻ തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു പാവം സ്ത്രീയാണ്, 65 വയസ്സായ ഒരു സ്ത്രീയെ കൊണ്ടുപോയി കൊലപാതകം ചെയ്ത് കൊണ്ടുവച്ചെന്നുള്ള നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് മക്കളെന്ന രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ അത് തെളിവ് സഹിതം കിട്ടുകയാണ്. പക്ഷെ ഇത് നമുക്ക് സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ സാധാരണക്കാരെ മക്കളെ കൊണ്ട് പറ്റില്ല. അത് കോടതി നിയമവും ഒക്കെ വന്നേ പറ്റുള്ളൂ. ഈ പരിസരത്ത് താമസിക്കുന്ന എത്ര പേര് പറഞ്ഞു നിങ്ങൾക്ക് വട്ടാണെന്ന്? ഒരുപാട് ജനങ്ങൾ, ഞങ്ങളെ ബന്ധുക്കൾ ഉൾപ്പെടെ, ഇവരൊക്കെ കുറെ 65 വയസ്സായവർ മരിച്ചില്ല, ഈ മക്കൾക്ക് എന്ത് കുറെ പണവും മുടക്കി ഇതിന്റെ പിറകുന്ന് പോണ, ഇവർക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഇത് ഇത്രയും കേട്ടാണ് എൻ്റെ അമ്മയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കുന്നത്. അതിന് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഇപ്പോൾ ഒന്നാമത്തെ ഘട്ടം നിങ്ങൾക്ക് വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. കാരണം അപൂർവങ്ങളിൽ അപൂർവമാണ് പോസ്റ്റ്മോർട്ടം അല്ലേ? അതെ. അത് ഞങ്ങളുടെ ആളൂർ സാറിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ കൊണ്ട് എത്തിക്കാൻ പറ്റിയത്. കാരണം 9 മാസത്തോളം DVSPയുടെ നേതൃത്വത്തിൽ ചിറയൻകീഴ് പോലീസിന് തന്നെ അന്വേഷണം ഇട്ടതിന് ശേഷം ഒരു ദിവസം പോലും അവർ ഞങ്ങളോടൊത്ത് സഹകരിച്ചിട്ടില്ല. അതിനുശേഷമാണ് നമ്മുടെ ആളൂർ സാറ്. പോലീസിനും ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലുള്ള കൈകളുണ്ട്. പോലീസ് ഇതിൽ ഇടപെട്ടത് കൊണ്ടാണ് ഈ തെളിവുകളെല്ലാം നശിപ്പിക്കാനുള്ള അവസരം അവർക്ക് കിട്ടിയത്. പോലീസാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത്രയും ബന്ധം ഇവർ തങ്ങളിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് പോലീസ് മുകേഷിന്റെ നേതൃത്വത്തിലുള്ള CI സംഘം മുകേഷിന്റെ നേതൃത്വത്തിലുള്ള ഈ ചിറയൻകീഴ് പോലീസ് എന്ത് രീതിയിലാണ് അന്വേഷിച്ചത്?
എന്ത് രീതിയിൽ അന്വേഷണം നടത്തി ഞങ്ങൾക്കറിയില്ല. മക്കളോട് ഇന്നേ വരെ FIR-ൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ട്രെയിൻ ആദ്യം അവര് തന്നെ പറഞ്ഞു ഇത് ആത്മഹത്യയാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ട്രെയിൻ തട്ടിയതാണെന്ന് പറഞ്ഞു. അവർക്ക് തന്നെ ഒരു നിശ്ചയമില്ല ഇതെന്താണ് ട്രെയിൻ തട്ടിക്കഴിഞ്ഞാൽ ശരീരം ചന്ന ഭിന്നം ചെതറി പോകില്ലേ? ചന്നം പിന്നെ ചെതറി പോകുന്ന മാത്രമല്ല, എന്റെ അമ്മ കൊണ്ടുപോയ കംപ്ലീറ്റ് സാധനങ്ങളും ആ കവറിനകത്തുണ്ട്. അമ്മ കൊണ്ടുവന്ന എന്റെ മക്കൾക്ക് കൊണ്ടുവന്ന പാല്, മിഠായികൾ, ലേസുകൾ, മിസ്സായ ഒരേ ഒരു കാര്യമുണ്ട്, മൊബൈലിന്റെ ബാറ്ററി. ടച്ച് മൊബൈലായിരുന്നു അത്? സാധാരണ കീപ്പർ മൊബൈലായിരുന്നു? മൊബൈലായിരുന്നു. ആ മൊബൈലിന്റെ ബാറ്ററി മാത്രം മിസ്സായിക്കൊണ്ട് ഒരു ട്രെയിൻ വന്ന് തട്ടുന്നത് എങ്ങനെയാണ് ഒരു സ്ത്രീയെ? ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ശരിക്കും ദുരൂഹ ചൂണ്ടിക്കാണിക്കുന്നു അല്ലേ? അതായത് മക്കളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇത് ധാരാളമാണ് ഇത് കൊലപാതകം എന്നുള്ള തെളിയിക്കാൻ. പക്ഷെ ഈ പറഞ്ഞ കണക്ക് നമുക്ക് ഇറങ്ങി തെളിയിക്കാൻ പറ്റില്ലല്ലോ. അതിനാണ് അതിനാണ് നമ്മൾ ആളുസാനെ തന്നെ സമീപിച്ച് ആളുസാൻ നല്ല രീതിയിൽ കേസ് പഠിച്ച് ഈ കേസ് എടുത്ത് അദ്ദേഹത്തിന്റെ ഇടപെടൽ കാരണമാണ് ഇപ്പൊ സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഹൈക്കോടതി ഉത്തരവിട്ടത് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇനി വീണ്ടും നടപടികളിലേക്ക് പോകും അല്ലെ? അതെ, നടപടികളിലേക്ക് പോകും. ഞങ്ങൾ സാറിനെ തന്നെ വിശ്വസിക്കുകയാണ്. ഞങ്ങൾ ഇനി ഇവിടുന്ന് നമുക്ക് നീതി കിട്ടുമെന്നാണ് സാറ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. സാറിന്റെ വിശ്വാസത്തിൽ ഞങ്ങൾ എടുക്കുന്നു. നീതി കിട്ടണം. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ 2 വർഷം കൊണ്ട് നിരന്തരം ഓടുകയാണ്. അമ്മയ്ക്ക് വേണ്ടിയിട്ട് നീതി വാങ്ങാൻ ഞങ്ങൾ 2 മക്കളെ നിരന്തരം ഓടുകയാണ്. അപ്പൊ ഇവിടെ നിന്ന് നീതി കിട്ടും എന്നാണ് ഇതുവരെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ നസറുദ്ദീൻ സാറിന്റെയും ഗോപ സാറിന്റെ ടീം അംഗങ്ങളുടെ പ്രവർത്തനം ഞങ്ങൾക്ക്, അതുകൊണ്ടാണല്ലോ അവർക്ക് ഈ റീപോസ്റ്റ്മോർട്ടത്തിൽ വരെ എത്തി നിൽക്കാൻ പറ്റുന്നത്. അപ്പൊ അതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. ഇനി ഇതിന്റെ നമുക്ക് പറയാൻ 2 മക്കൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അമ്മയുടെ താമസ സ്ഥലത്ത് കുറച്ച് അവർക്ക് എതിരായിട്ടുള്ള കുറെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇതെനിക്ക് ചെറിയങ്കിഴായതുകൊണ്ട് എനിക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കൂടുതൽ അറിയത്തില്ല. ഞാൻ ഇവിടെ സ്വന്തം അമ്മയെ കൊലപ്പെടുത്തുന്ന സംശയിക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ വധഭീഷണിയുണ്ടോ? വധഭീഷണി ഇല്ല, വധഭീഷണി ഇതുവരെ ഇല്ല. പക്ഷെ ഞങ്ങളെ ഒരുപാട് തരം താഴ്ത്തിയും ആക്ഷേപിച്ചും ഒക്കെ എന്നുള്ള അപകീർത്തിപ്പെടുത്തുന്ന അത് ഞങ്ങളെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ, നാട്ടുകാരുൾപ്പെടെ, എന്നാലും എല്ലാ നാട്ടുകാരും നമ്മൾ പറയുന്നത് കുറച്ച് പേര് നമ്മളിത് എന്ത് വില കൊടുത്ത മക്കളെ നിങ്ങളിത് കണ്ടുപിടിക്കണം എന്ന് പറയുന്ന കുറെ നാട്ടുകാരുണ്ട്. നമ്മളെല്ലാവരും അടച്ചാക്ഷേപിക്കാൻ പാടില്ല. അവരുടെ ഒരു സപ്പോർട്ട് നമുക്ക് നല്ലതുപോലെ കിട്ടുന്നുണ്ട്. ഇന്നും അമ്മയെ സ്നേഹിക്കുന്ന അമ്മയുടെ ഫ്രണ്ട്സുകളൊക്കെ കാണുമ്പോൾ മക്കളെ നിങ്ങൾ ഏതറ്റം വരെയും പോകണം, അവിടെ ഞങ്ങളെ ബുദ്ധിമുട്ടോ ഒന്നും മനസ്സിലാക്കുന്നില്ല. പക്ഷെ അവരുടെ ആ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടണം അല്ലേ? അതെ അതെ, അങ്ങറ്റം വരെ ഇനിയും പോകും. ഞങ്ങൾ പോകും. കാരണം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ മക്കൾക്കും കൂട്ടടക്കം വന്ന് സംഭവിച്ചതാണ് ചെറിയങ്കിഴ്. ഒരു 65 വയസ്സായ അമ്മ അത്രയും ദൂരം വരണമെന്നുണ്ടെങ്കിൽ അത്രയും സ്നേഹം ഉള്ളത് കൊണ്ടാണ് ഞങ്ങളോട്. അപ്പൊ ആ നീതി നമ്മൾ അമ്മയോട് തിരിച്ചു കാണിക്കാം. എന്തായാലും അത് പുലർത്തിയേ പറ്റൂ. അതെ, അതാണ് ഞങ്ങൾ തിരിച്ച് കാണിക്കുന്നത്. അത് ഞങ്ങൾ അമ്മയുടെ യഥാർത്ഥ കൊലപാതകി നമ്മളിപ്പോ ഒരാളിനെ ഉന്നയിക്കുകയാണ്, ചിലപ്പോ അവരാണോ അത് ഇനി ഇവരുടെ പിറകിൽ വേറെ ആരെങ്കിലും യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് കണ്ടുപിടിക്കണം അല്ലെ? എന്തായാലും ഈ നമ്മൾ പറയുന്ന ആർക്ക് വേണ്ടിയിട്ടായാലും ഈ സർക്കിൾ ഇൻസ്പെക്ടർ മുകേഷിന് എന്റെ അമ്മയായിട്ട് യാതൊരു വിരോധമില്ല. പക്ഷെ ഈ കൊലപാതകയ്ക്ക് വേണ്ടി ഇദ്ദേഹം കൂട്ടുനിന്ന്. വാർഡ് മെമ്പറിനും ഈ വിഷയമായി ചിലതൊക്കെ മലയാളി വാർത്താ പ്രേക്ഷകർക്കൊപ്പം പങ്കുവയ്ക്കാനുണ്ട്. മെമ്പറെ, ഇത് ശരിക്കും പറഞ്ഞാൽ അപൂർവങ്ങളിൽ വളരെയധികം അപൂർവമാണ് റീപോസ്റ്റ്മോർട്ടം ചെയ്യുക എന്നുള്ളത്. താങ്കൾ ഇതിനെ ഏത് രീതി കാണുന്നു? തീർച്ചയായിട്ടും ഈ ശ്രീമതി പ്രസന്ന 2022 ആഗസ്റ്റ് 30 വീട്ടിൽ നിന്ന് അവർ പോവുകയാണ്. അപ്പോൾ എല്ലാ 2 ആഴ്ചയിലൊരിക്കൽ മകൾ താമസിക്കുന്നത് ചെറിയങ്കിഴാണ്. അപ്പോൾ മകളെ കാണാനായിട്ട് ഇവിടുന്ന് അവർ പോകും. അപ്പോൾ ഇവിടുന്ന് പോയി ചെറിയങ്കിഴ് വലിയട ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് ഒരു 6:40 വൈകുന്നേരം വിളിച്ചു പറഞ്ഞു ഞാൻ മകളെ വീട്ടിൽ പോകുന്നു, വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം പിന്നീട് വിളിക്കുമ്പോൾ അത് ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പോൾ നമ്മൾ മകനും ബന്ധുക്കളെല്ലാം കൂടി തന്നെ നമ്മൾ അന്വേഷിച്ച് പോയി ഒരു 8:30 വരെ അന്വേഷിച്ചു. കാണാത്തത് കൊണ്ട് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. അപ്പോൾ വെഞ്ഞാറമൂട് സ്റ്റേഷനിൽ പരാതി നൽകിയപ്പോൾ ചെറിയങ്കിഴാണ് സംഭവം നടന്ന സ്ഥിതിക്ക് ചെറിയങ്കിഴേക്ക് പരാതി മാറ്റി. അപ്പോൾ അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് വന്ന് അന്വേഷണങ്ങൾ ആരംഭിച്ചുകൊണ്ടിരുന്നു. പിന്നീട് രാവിലെ ഒരു 6:30 മണിക്ക് ചെറിയങ്കിഴ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, ഇങ്ങനെ ബോഡി ചെറിയങ്കിഴ് ഹോസ്പിറ്റലിലുണ്ട്, വരണമെന്ന് പറയും. അങ്ങനെ നമ്മളും ബന്ധുക്കളും കൂടി അവിടെ പോയി. അപ്പോൾ ഒരു ആംബുലൻസിൽ അതവിടെ ബോഡി വച്ചിരിക്കുകയാണ്. അപ്പോൾ തലയിൽ മാത്രമേ പരുക്കുള്ളൂ, മറ്റു ഭാഗങ്ങളിലൊന്നും പരുക്കൊന്നുമില്ല. നമ്മളത് അവിടെ നിന്ന് ഇൻക്വസ്റ്റ് തയ്യാറാക്കി അത് പോസ്റ്റ്മോർട്ടം ചെയ്ത് കൊണ്ടുവന്നു. ബന്ധുക്കളുടെ അഭിപ്രായം എന്ന് പറയുന്നത് അതിൽ അവർക്ക് ഒരു ബന്ധുക്കൾ തമ്മിൽ തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒരു കാരണവശാലും അമ്മ ആത്മഹത്യ ചെയ്യില്ല എന്നാണ് മകൻ സന്തോഷ് പറഞ്ഞത്. അപ്പോൾ തന്നെ നമ്മൾ ബന്ധപ്പെട്ട DSPക്ക്, അതിനുശേഷം DSPക്ക്, SP അതുപോലെ പോലീസിലൊക്കെ പരാതി കൊടുത്തു, മുഖ്യമന്ത്രിക്ക് കൊടുത്തു.
പ്രതിപക്ഷ നേതാവിന് കൊടുത്തു. അതിനുശേഷമൊന്നും യാതൊരു അന്വേഷണവും ഇതിനെ സംബന്ധിച്ച് വന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അവർ ബന്ധുക്കൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും അഡ്വക്കേറ്റ് ആളൂർ കേസ് ഏറ്റെടുക്കുന്നതും കേസ് ഏറ്റെടുക്കുന്നതും അവിടെ സമീപിക്കുന്നു. അവിടുന്ന് ക്രൈംബ്രാഞ്ചിനെ അന്വേഷിക്കാനായിട്ട് ഉത്തരവിടുന്നത്. സംശയമുണ്ട് എന്നുള്ള കാര്യത്തിൽ ആ ഒരു സംശയം. 2 വർഷങ്ങൾക്ക് മുമ്പാണ് ചിറയൻകീഴ് CI അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത ക്രൈം നമ്പർ 616/2022 പുതിയൊരു നിർണായക തെളിവുകളോടെ അഡ്വക്കേറ്റ് BA ആളൂരിന്റെ ഇടപെടലൂടെ ഹൈക്കോടതി ഉത്തരവിന്മേൽ റീപോസ്റ്റ്മോർട്ടം ചെയ്തതാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഇതൊരു അസ്വാഭാവിക മരണമാണോ അതോ കരുതിക്കൂട്ടി നടത്തിയ കൊലപാതകമെന്നോ തീർച്ചയായിട്ടും കണ്ടുപിടിക്കേണ്ടത് നിയമവ്യവസ്ഥകൾ തന്നെയാണ്. മലയാളി വാർത്തയ്ക്ക് വേണ്ടി ക്യാമറമാൻ സുരാജ് മലപ്പുറത്തിനോടൊപ്പം ന്യൂസ് റിപ്പോർട്ടർ ശിവപ്രസാദ്, വെഞ്ഞാറമൂട്, ഗണപതിപുരം.